Introduction to MySQL. MySQL എന്ന സോഫ്റ്റ്വെയർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ DBMS എന്ന് പറയുന്ന ലാബ് ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് വാട്ട് ഈസ് ഡാറ്റ, വാട്ട് ഈസ് എ ഡാറ്റാബേസ്, വാട്ട് ഈസ് എ ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം. അപ്പോൾ നമ്മൾ അതൊക്കെ നോക്കി, എന്താണ് ഡാറ്റ, എന്താണ് ഡാറ്റാബേസ്, അതുപോലെ തന്നെ എന്താണ് ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം. ഇപ്പോൾ ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം ഈസ് എ സോഫ്റ്റ്വെയർ ഓർ പ്രോഗ്രാംസ് യൂസ്ഡ് ടു മാനിപ്പുലേറ്റ്, മാനേജ് ഡാറ്റ ഇൻ എ ഡാറ്റാബേസ്. ഒരു ഡാറ്റാബേസിലെ ഡാറ്റേനെ നമ്മൾ മാനേജ് ചെയ്യാൻ, റിട്രീവ് ചെയ്യുക, ഡിലീറ്റ് ചെയ്യുക, ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ, ആ ഒരു ഇൻ്റർമീഡിയറ്റ് ആയി നിൽക്കുന്ന ആ സോഫ്റ്റ്വെയറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഒരു ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇപ്പോൾ മാർക്കറ്റിൽ കുറേ ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റംസ് അവൈലബിൾ ആണ്. അപ്പോൾ അതിൽ ഒന്നാണ് ഈ MySQL എന്ന് പറയുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാണ് ഏതൊക്കെയാണ് എക്സാമ്പിൾസ് നമ്മൾ പറഞ്ഞതാണ്. MySQL, MS SQL, മൈക്രോസോഫ്റ്റ് ആക്സസ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഡാറ്റാബേസുകളുണ്ട്. അപ്പം അതിൽ നമ്മളിപ്പോൾ പഠിക്കുന്നത് MySQL സെർവർ എന്ന് പറയുന്ന ഈ ഒരു സോഫ്റ്റ്വെയറാണ്, ഈ ഒരു ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റമാണ്. ഇത് ഒറാക്കിൾ എന്ന കമ്പനിയാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ ഇത് നമ്മൾ അവരുടെ സൈറ്റിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ട് എങ്ങനെയാണ് നമ്മൾ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഇതിൽ ഫസ്റ്റ് നമുക്ക് SQL, MySQL നിങ്ങളിപ്പോൾ കേട്ടു, അതിൽ SQL എന്താണെന്ന് നോക്കാം. SQL മീൻസ് സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജ്. ഇപ്പോൾ നമ്മൾ ഒരു ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം, അതായത് ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന MySQL പോലുള്ള ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റമിൽ SQL എന്ന് പറയുന്ന ഒരു ലാംഗ്വേജാണ് യൂസ് ചെയ്യുന്നത്. അതായത് സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജ്, എ സ്റ്റാൻഡർഡൈസ്ഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് വിച്ച് ഈസ് യൂസ്ഡ് ഫോർ മാനേജിങ് റിലേഷണൽ ഡാറ്റാബേസസ്. അപ്പോൾ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്, അതിന് എന്താണ്, ഒരു സ്റ്റാൻഡർഡൈസ്ഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് വിച്ച് ഈസ് യൂസ്ഡ് ഫോർ മാനേജിങ് റിലേഷണൽ ഡാറ്റാബേസ്. റിലേഷണൽ ഡാറ്റാബേസസിനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന. അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞതിൽ ഡാറ്റാബേസ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ ഈ റിലേഷണൽ ഡാറ്റാബേസ് എന്താണ് ഈ റിലേഷണൽ ഡാറ്റാബേസ് എന്ന് ഉദ്ദേശിക്കുന്നത്? അപ്പോൾ ഒരു ഡാറ്റാബേസ്, അതായത് ഇപ്പോൾ നമ്മൾ പറഞ്ഞു, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു ഡാറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഡാറ്റാബേസ് എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ ഡാറ്റാസ് തമ്മിൽ റിലേഷനുള്ള ഡാറ്റാസിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു DBMSൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് ഡാറ്റാസ് തമ്മിലൊരു റിലേഷൻ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നിങ്ങളെ സ്റ്റുഡൻസിൻ്റെ ഡീറ്റെയിൽസ് എന്ന് പറയുമ്പോൾ അതിൽ കുറേ ഡാറ്റാസ് ഉണ്ട് അല്ലേ. നെയിമുണ്ട്, ഏജ് ഉണ്ട്, രജിസ്റ്റർ നമ്പർ ഉണ്ട്, പിന്നെ അഡ്രസ്സ് ഉണ്ട്, ഫോൺ നമ്പർ ഉണ്ട്, കുറേ ഡാറ്റ, പല ടൈപ്പ് ഡാറ്റാസ് ഉണ്ട്. പക്ഷേ തമ്മിലെന്താ, ഒരു റിലേഷൻ ഉണ്ട് അല്ലേ. അതായത് ഒരു സ്റ്റുഡൻറ്റിൻ്റെ കുറേ ഡീറ്റെയിൽസ് ആണത് അല്ലേ, അല്ലാതെ വെറുതെ കുറേ ഡാറ്റാസ് അല്ല, ഒരു സ്റ്റുഡൻറ്റിനെ പറ്റിയിട്ടുള്ള കുറേ ഡാറ്റകളാണ്. അപ്പോൾ ആ ഡാറ്റാസ് തമ്മിൽ റിലേഷൻ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള റിലേറ്റ് ചെയ്യുന്ന ഡാറ്റാസിനെയാണ് നമ്മൾ ഈ റിലേഷണൽ ഡാറ്റാബേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള റിലേഷണൽ ഡാറ്റാബേസ് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ്, വിത്ത് SQL you can modify databases, add, update or delete rows of data, retrieve information from a database and more. അപ്പോൾ ഈ ഒരു റിലേഷണൽ ഡാറ്റാബേസ്, അതായത് റിലേഷണൽ ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൽ നമ്മൾ ഡാറ്റ ഒക്കെ തമ്മിൽ നമ്മൾ പറഞ്ഞു
ഒരു റിലേറ്റഡ് ആയിട്ട് കിടക്കുന്നതാണ്. ഇപ്പോൾ ഒരു സ്റ്റുഡൻറ്റ് വേറൊരു സ്റ്റുഡൻറ്റ്, അപ്പോൾ അവരുടെയൊക്കെ എന്താണ് പൊതുവായിട്ടുള്ള ഓരോ കാര്യങ്ങളുണ്ട്. അതായത് നെയിം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഉണ്ട്. അതേപോലെ തന്നെ പിന്നെ അഡ്രസ്സ്, ഫോൺ നമ്പർ, അപ്പോൾ ഓരോരുത്തർക്കും അതുണ്ട്. അപ്പോൾ നമുക്ക് ഇതെല്ലാം സ്റ്റോർ ചെയ്ത് വെക്കുന്നത് ഒരു ടേബിൾ ഫോമിലാണ്. ഇപ്പോൾ നമ്മളൊരു ടേബിൾ ഫോമിൽ ഡാറ്റ സ്റ്റോർ ചെയ്താൽ നമുക്ക് അറിയാം, നമുക്ക് കൂടുതൽ എളുപ്പമായിട്ട് കാര്യങ്ങൾ പിന്നെ മനസ്സിലാക്കാനും പെട്ടെന്ന് റിട്രീവ് ചെയ്യാനും ഇതിനൊക്കെ എളുപ്പമാണ്. അപ്പോൾ വിത്ത് SQL യു ക്യാൻ മോഡിഫൈ ഡാറ്റാബേസ്. അപ്പോൾ SQL എന്ന് പറയുന്ന സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഡാറ്റാബേസിനെ മോഡിഫൈ ചെയ്യുക, ആഡ് ചെയ്യുക, അപ്ഡേറ്റ് ചെയ്യുക, ഡിലീറ്റ് ചെയ്യുക, ഒരു റോ ഓഫ് ഡാറ്റേനെ ഡിലീറ്റ് ചെയ്യുക, ഇൻഫർമേഷൻ റിട്രീവ് ചെയ്യുക ഒരു ഡാറ്റാബേസിൽ നിന്ന്. അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് ഇതുകൊണ്ട് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ്, റിലേഷണൽ ഡാറ്റാബേസ് ലൈക്ക് MySQL ഡാറ്റാബേസ്, Oracle, MySQL സെർവർ, Sybase എക്സെട്ര യൂസ് SQL. അപ്പോൾ ഇങ്ങനെയുള്ള റിലേഷണൽ ഡാറ്റാബേസ്, അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഈ MySQL, അതുപോലെ തന്നെ Oracle, MySQL സെർവർ, Sybase എന്നൊക്കെ പറയുന്ന കുറേ DBMSകളുണ്ട്. ഇവയെല്ലാം യൂസ് ചെയ്യുന്നത് ഈ SQL എന്ന് പറയുന്ന സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജ് ആണ് യൂസ് ചെയ്യുന്നത്. അവരുടെ ലാംഗ്വേജ് ആയിട്ട് യൂസ് ചെയ്യുന്നത് സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജ് ആണ്. ക്വറീസ് ആൻഡ് അതർ SQL ഓപ്പറേഷൻ ആർ റിട്ടേൺ ആസ് സ്റ്റേറ്റ്മെൻറ്റ്സ്. അപ്പോൾ ഈ ക്വറീസൊക്കെ ഇപ്പോൾ നമ്മൾ പറഞ്ഞു സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജ് ആണ് ഇതിലൊക്കെ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒരു ഇതിൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അല്ലെങ്കിൽ പ്രോഗ്രാമിംഗ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടാണ്. അതായത് ക്വറീസും ഇങ്ങനെയുള്ള SQL ഓപ്പറേഷനൊക്കെ ഓരോ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടാണ്. അതായത് 1 2 മാക്സിമം അധികം ഈ ക്വറീസൊക്കെ എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ സാധാരണഗതിയിൽ ഉപയോഗിക്കുന്ന ക്വറീസൊക്കെ എന്ന് പറഞ്ഞാൽ 1 2 ലൈൻസ് മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള ഓരോ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത് ഈ ക്വറീസൊക്കെ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡൻസ്, അതൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. അപ്പോൾ അതിൽ ഇപ്പോൾ ഈ സെലക്ട് എന്ന് പറയുന്ന ആ ഒരു വേർഡ്, അതാണ് ഇതിൻ്റെ കമാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് കുറേ കമാൻഡ്സ് പഠിക്കാനുണ്ട്. ഈ കമാൻഡ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ക്വറി ബിൽഡ് ചെയ്യുന്നത്. അപ്പോൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഫോമിലാണ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടായിരിക്കുക. അപ്പോൾ സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സ്റ്റേറ്റ്മെൻറ്റാണ്, ഒരു ക്വറിയാണ്. ഇനി അതുപോലുള്ള കമാൻഡ്സുകൾ, ഇപ്പോൾ സെലക്ട് പോലുള്ള വേറെ കമാൻഡ്സാണ് ഇൻസേർട്ട്, ആഡ്, അപ്ഡേറ്റ്, ഡിലീറ്റ്, ക്രിയേറ്റ്, ആൾട്ടർ എന്നൊക്കെ പറയുന്നത് ഓരോ കമാൻഡ്സാണ്. നെക്സ്റ്റ്, ഇനി നമുക്ക് MySQL ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് നോക്കാം. MySQL ഈസ് എ റിലേഷണൽ ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഒരു റിലേഷണൽ ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റമാണ് MySQL എന്ന് പറയുന്നത്. അപ്പം അതിൻ്റെ ഡാറ്റാബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലെ ഡാറ്റാസൊക്കെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കും. An RDBMS stores data in a structured format using rows and columns. ഒരു റിലേഷണൽ ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റമിൽ നമ്മൾ ഈ ഡാറ്റ ഒക്കെ സ്റ്റോർ ചെയ്യുന്നത് ഒരു സ്ട്രക്ചേർഡ് ഫോർമാറ്റിലാണ്, യൂസിങ് റോസ് ആൻഡ് കോളംസ്. അപ്പോൾ ഈ ഡാറ്റാസൊക്കെ വെറുതെ അവിടെ ഇവിടെ ആയിട്ട് ജസ്റ്റ് സ്റ്റോർ ചെയ്യല്ല ചെയ്യുന്നത്, ഒരു സ്ട്രക്ചേർഡ് ഫോർമാറ്റിലാണ്. അതായത് ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്തിട്ട് ആ ടേബിളിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഡാറ്റാസൊക്കെ ഇൻസേർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു എന്താ പറയുക, ഒരു സ്ട്രക്ചർ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഡാറ്റാസൊക്കെ എളുപ്പം ക്രിയേറ്റ് ചെയ്യാനും എഡിറ്റ് ചെയ്യുക, റിട്രീവ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ ഈ റിലേഷണൽ ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റമിൽ നമ്മൾ ഈ ഒരു സ്ട്രക്ചേർഡ് ഫോർമാറ്റാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അറിയാം, ഒരു ടേബിളിൽ എന്താണ് കുറേ റോസും കോളംസും ഉണ്ടാവും അല്ലേ. ഈ റോസ് കോളംസ് എന്നൊക്കെ പറഞ്ഞാൽ എന്താ, ആ ടേബിളിൻ്റെ ഹൊറിസോണ്ടൽ ലൈൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റോസ് എന്ന് പറയുന്നത്. അതുപോലെ വെർട്ടിക്കൽ കോളംസും പറയും. ഇറ്റ് ഈസ് ആൻ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ആൻഡ് ക്യാൻ ബി ഡൗൺലോഡഡ് ഫ്രീ ഫ്രം അവരുടെ സൈറ്റ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ആണ്, അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് ഫ്രീ ആയിട്ട് അവരുടെ സൈറ്റിൽ നിന്ന്
ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. നമ്മൾ ഇതിന് വേറെ പേയ്മെൻറ്റും കാര്യങ്ങളൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല, ഫ്രീ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. പ്രൊവൈഡ്സ് മൾട്ടി യൂസർ ആക്സസ്. അതുപോലെ തന്നെ എന്താണ്, മൾട്ടി യൂസേഴ്സ് ആക്സസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരാൾ ഒരു ഡാറ്റാബേസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൽ ഒരു യൂസറിന് മാത്രമല്ല വർക്ക് ചെയ്യാൻ പറ്റുക, മൾട്ടിപ്പിൾ യൂസേഴ്സിന് നമുക്ക് എന്ത് ചെയ്യാം, ആക്സസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾക്കറിയാം ബാങ്കിൽ എന്ന് പറഞ്ഞാൽ കുറേ ഓഫീസേഴ്സ് ഉണ്ടാവും അല്ലേ, ഒരു ബ്രാഞ്ചിൽ തന്നെ കുറേ ഓഫീസേഴ്സ് ഉണ്ടാവും. അവരെല്ലാം വർക്ക് ചെയ്യുന്നത് ഏതിലാണ്, സെയിം ഡാറ്റാബേസിൽ തന്നെയാണ് അല്ലേ. ഇപ്പോൾ കസ്റ്റമേഴ്സിൻ്റെ ഡീറ്റെയിൽസ് അതിപ്പോൾ എല്ലാവർക്കും കിട്ടും, ആർക്ക് വേണമെങ്കിലും ആ ഓഫീസേഴ്സിന് ആർക്ക് വേണമെങ്കിലും അവരുടെ അക്കൗണ്ട് നമ്പർ അടിച്ചു നോക്കിയാൽ അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും. അത് റെസ്ട്രിക്ഷൻസ് ഉണ്ടാവും, പല സ്റ്റാഫിന് അവരുടെ പൊസിഷൻ അനുസരിച്ചിട്ട് വ്യത്യാസം ഉണ്ടാവും. എന്നാലും നമ്മൾ പറയുമ്പോൾ എന്താണ്, അതൊരു നെറ്റ്വർക്ക്ഡ് ആയിരിക്കും. അതുപോലെ തന്നെ സെയിം സെർവറിലാണ് ഇവർ വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ്, മൾട്ടി യൂസേഴ്സിന് ഒരേ സമയം എന്താണ് ആക്സസ് ചെയ്യാൻ പറ്റും. വർക്ക്സ് ഓൺ മെനി പ്ലാറ്റ്ഫോം. അതുപോലെ തന്നെ പല പ്ലാറ്റ്ഫോം മീൻസ് നമ്മൾ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ, അതായത് സിസ്റ്റം സോഫ്റ്റ്വെയർ, അതായത് വിൻഡോസ്, ലിനക്സ്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വിൻഡോസിൽ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം, ലിനക്സിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ചില കമ്പ്യൂട്ടേഴ്സ് ലിനക്സിൽ വർക്ക് ചെയ്യുന്നുണ്ടാവും, ചില നെറ്റ്വർക്കിൽ വിൻഡോസിൽ വർക്ക് ചെയ്യുന്നുണ്ടാവും. എന്ന് കരുതി എന്താണ്, എല്ലാ പ്ലാറ്റ്ഫോമിനെയും ഇതെന്താണ് സപ്പോർട്ട് ചെയ്യും. ഏതിൽ വേണമെങ്കിലും, ഏത് പ്ലാറ്റ്ഫോമിൽ വേണമെങ്കിലും ഈ MySQL വർക്ക് ചെയ്യും. പിന്നെ അതുപോലെ സെക്യൂർ ഡാറ്റ പ്രൊട്ടക്ഷൻ. അപ്പോൾ ഈ ഡാറ്റയായിട്ടാണ് എന്താണ് ഈ ഒരു ഇൻട്രാക്ഷൻ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഡാറ്റ എന്ന് പറയുന്നത് അത്രയും സെക്യൂർഡായിട്ട് സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ് അല്ലേ. ഇപ്പം ബാങ്കിലെ നേരത്തെ പറഞ്ഞ പോലെ ബാങ്കിലെ കാര്യങ്ങൾ എന്നാണ്, ബാങ്കിലെ അക്കൗണ്ട് നമ്പർ, ഒരാളുടെ ഏതൊക്കെ അക്കൗണ്ട്സ് ഉണ്ട്, അക്കൗണ്ട് ബാലൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ സെൻസിറ്റീവായിട്ടുള്ള, അല്ലെങ്കിൽ അത്രയും നമ്മൾ സെക്യൂറായിട്ട് സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ സെക്യൂരിറ്റി മസ്റ്റാണ്. അപ്പോൾ ഈ MySQLൻ്റെ MySQLും അതുപോലെ തന്നെ ബാക്കിയുള്ള ഇങ്ങനെയുള്ള ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം ഒക്കെ എന്താണ്, സെക്യൂർഡാണ്. ഡാറ്റ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് അതിലുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് നേരിട്ട് പോയി കഴിഞ്ഞിട്ട് നമുക്ക് ഒരു ഡാറ്റാബേസ് നേരിട്ട് ആക്സസ് ചെയ്യാനൊന്നും പറ്റില്ല. അതൊക്കെ നമ്മൾ പാസ്വേഡ് പ്രൊട്ടക്ഷനും ബാക്കി അതുപോലുള്ള കുറേ പ്രൊട്ടക്ഷൻസ് ഉണ്ട്. അപ്പോൾ സെക്യൂർ ഡാറ്റ പ്രൊട്ടക്ഷൻ, ഇപ്പോൾ ഡാറ്റ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അതായത് സെക്യൂരിറ്റി ഫീച്ചേഴ്സും MySQL ഉണ്ട്. നെക്സ്റ്റ് SQL നമ്മൾ യൂസ് ചെയ്യുന്ന കമാൻഡിൻ്റെ കാറ്റഗറീസാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, നേരത്തെ ഒരു എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു സെലക്ട് സ്റ്റാർ ഫ്രം ഒരു ടേബിൾ നെയിം. അപ്പോൾ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു കമാൻഡ്, അപ്പോൾ അതിൽ സെലക്ട് എന്ന് പറഞ്ഞ കമാൻഡ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊരു ടൈപ്പ് കമാൻഡാണ്. അതുപോലെ തന്നെ പല ടൈപ്പ് കമാൻഡ്സ് ഉണ്ട്, കമാൻഡിൻ്റെ പല കാറ്റഗറീസ് ഉണ്ട്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് നോക്കാം. ഒന്ന് ഡാറ്റ ഡെഫിനിഷൻ ലാംഗ്വേജ്, DDL കമാൻഡ്സ് എന്ന് പറയും. അപ്പോൾ DDL കമാൻഡ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ദി കമാൻഡ്സ് ദാറ്റ് ക്യാൻ ബി യൂസ് ടു ഡിഫൈൻ ദി ഡാറ്റാബേസ് സ്കീമ. അപ്പോൾ ഈ കമാൻഡ്സ് DDL കമാൻഡ്സ് എന്തിനാണ് യൂസ് ചെയ്യുന്നത് പറഞ്ഞാൽ ഈ ഡാറ്റാബേസിൻ്റെ ഒരു സ്കീമ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ DDL കമാൻഡ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. അതിൻ്റെ എക്സാമ്പിൾ കമാൻഡ്സ് ആണ് ക്രിയേറ്റ്, ഡ്രോപ്പ്, ആൾട്ടർ, ട്രങ്കേറ്റ്, കമൻറ്റ്, റീനെയിം എക്സെട്ര. അപ്പോൾ ഇതിൻ്റെ സ്കീമയിൽ വരുന്ന ചേഞ്ചാണ്. അപ്പോൾ ഇത് ഡാറ്റയായിട്ട് എന്താണ്, ഡാറ്റ നമ്മൾ എഡിറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യുക, പിന്നെ അതുപോലെ അപ്ഡേറ്റ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഈ കമാൻഡ്സ് യൂസ് ചെയ്ത് ചെയ്യില്ല. പക്ഷേ നമ്മൾ എന്താ ചെയ്യുന്നത്, ഈ കമാൻഡ്സ് യൂസ് ചെയ്തിട്ട് ആ ഡാറ്റാബേസിൻ്റെ സ്കീമയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ചേഞ്ച് ചെയ്യുന്നത് അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ടേബിൾ, ഒരു കുറേ ഡാറ്റ നമുക്ക് സേവ് ചെയ്യാനുണ്ട്, അല്ലെങ്കിൽ ഡാറ്റാബേസിലേക്ക് സേവ് ചെയ്യാനുണ്ട്. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ഈ ഡാറ്റനെ നേരെ എടുത്തു കഴിഞ്ഞിട്ട് ഡാറ്റാബേസിലേക്ക് സൂക്ഷിക്കാൻ പറ്റില്ല. അപ്പോൾ അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ ഡാറ്റേനൊക്കെ നമ്മൾ ഒരു ടേബിളിലേക്കാണ് ഡാറ്റനെ സ്റ്റോർ ചെയ്യുക. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം,
ടേബിൾ ക്രിയേറ്റ് ചെയ്യണം. എന്നിട്ട് ആ ടേബിളിലേക്കാണ് നമ്മൾ ഈ ഡാറ്റാസ് നമ്മൾ ഇൻസേർട്ട് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്കറിയാം, ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ ഒരു ലൈബ്രറി അല്ലെങ്കിൽ ഒരു ഓഫീസ്, അവിടെ ഒരു ലൈബ്രറി തന്നെ ആയിക്കോട്ടെ. ഈ ലൈബ്രറിയിൽ കുറേ ബുക്സ് ഉണ്ട്, കുറേ പല ടൈപ്പ് ബുക്സ് ഉണ്ട്. ഇപ്പോൾ ചിലത് സ്റ്റോറീസ് ഉണ്ട്, എൻജിനീയറിങ് ബുക്സ് ഉണ്ട്, ഫിക്ഷൻ ഉണ്ട്. അപ്പോൾ അങ്ങനെ പല കാറ്റഗറി ബുക്സ് ഉണ്ട്. അപ്പോൾ കുറേ ബുക്സ് അവിടെ കൂട്ടി ഇട്ടിട്ടുണ്ട്. ആ ബുക്സൊക്കെ നമ്മൾ ഒരു അലമാരിയിൽ സ്റ്റോർ ചെയ്ത് വെക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? ഈ ബുക്കൊക്കെ സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ അലമാരി വേണം, അല്ലേ? അപ്പോൾ നമ്മൾ ആദ്യം അലമാരി കൊണ്ടുവെക്കും. എന്നിട്ട് ഓരോ അലമാരിൻ്റെ തട്ടുകൾ, അല്ലേ? അല്ലെങ്കിൽ ഓരോ അലമാരി അല്ലെങ്കിൽ റാക്ക് തന്നെ ഓരോ റാക്ക് ഓരോ കാറ്റഗറിക്ക് വേണ്ടിയിട്ട് നമ്മൾ സെലക്ട് ചെയ്ത് വെക്കുകയെന്ന് പറയും. അപ്പോൾ ആദ്യം ഒരു റാക്ക് ഉണ്ട്, അതിന് നമ്മളൊരു പേര് കൊടുത്തു, അല്ലേ? ഷോർട്ട് സ്റ്റോറീസ് എന്നുള്ള പേര് കൊടുത്തു. ആ റാക്കിൽ കംപ്ലീറ്റ് നമ്മൾ ഷോർട്ട് സ്റ്റോറീൻ്റെ ബുക്സ് കൊണ്ടുപോയിട്ട് അറേഞ്ച് ചെയ്ത് വെക്കും, അല്ലേ? ഓരോ തട്ടായിട്ട് നമ്മൾ അറേഞ്ച് ചെയ്ത് വെക്കും. ഇനി തൊട്ടടുത്ത വേറെ റാക്ക്, ആ റാക്കിൽ കുറേ എൻജിനീയറിങ് ബുക്സ് ആണെങ്കിൽ എൻജിനീയറിങ് ബുക്സ് എന്നുള്ള ലേബൽ കൊടുത്തിട്ട് നമ്മളെന്ത് ചെയ്യും? എൻജിനീയറിങ് ബുക്സ് അതിൽ വരിയായിട്ട് തട്ടായിട്ട് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കും. അപ്പോൾ ഇത് നമ്മൾ ഈ ഒരു ഇതിൽ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ആ റാക്കിനെ നമുക്ക് ടേബിൾ എന്ന് പറയും. ആ റാക്ക് ഉള്ളത് കൊണ്ടാണ് നമുക്ക് അവിടെ സ്റ്റോർ ചെയ്യാൻ പറ്റിയത്, അല്ലേ? എല്ലാ ബുക്കുകൾ ആ ഷെൽഫിൽ വെക്കാൻ പറ്റിയത്. അപ്പോൾ അവിടെ ഷെൽഫ് ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ആ ഷെൽഫ് വേണം. ഷെൽഫ് ഉണ്ടെങ്കിലേ നമുക്ക് ആ ബുക്ക് കൊണ്ടുപോയിട്ട് വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യം എന്താ ചെയ്തത്? ആ ഷെൽഫിനെ കൊണ്ടുവരികയാണ് ചെയ്തത്. അതേപോലെ തന്നെ ഡാറ്റ നമുക്ക് സ്റ്റോർ ചെയ്യണമെങ്കിൽ ആദ്യം എന്ത് വേണം? ഒരു ടേബിൾ വേണം. ടേബിളിലേക്കാണ് നമ്മൾ ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യുക. ആ ടേബിളിനൊരു പേര് കൊടുക്കുക. ആ ടേബിളിൻ്റെ ഒരു സ്ട്രക്ചർ ആദ്യം ഡിസൈൻ ചെയ്യുക. അതായത് എത്ര ടേബിളിൽ എത്ര റോസ് വേണം, എത്ര കോളംസ് വേണം, അതിനനുസരിച്ച് ആ ടേബിൾ ഡിസൈൻ ചെയ്യുക. അതേപോലെ തന്നെ നമ്മളിപ്പോൾ ലൈബ്രറീൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ആ റാക്കിൽ എത്ര തട്ടുകൾ വേണം, അത് എത്ര തട്ടുകൾ, എത്ര ഡിവിഷൻ വേണം എന്നുള്ള കാര്യങ്ങൾ, സപ്പോസ് സബ് ഡിവിഷൻ ഉണ്ടെങ്കിൽ ആ സബ് ഡിവിഷൻ എത്ര വേണം എന്നുള്ള കാര്യങ്ങളൊക്കെ ആദ്യം നമ്മൾ ഡിസൈൻ ചെയ്തിട്ട് ആ റാക്ക് ആദ്യം സ്ട്രക്ചർ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ബുക്ക് ഓരോ തട്ടിലും കൊണ്ടുപോയിട്ട് വെക്കുന്നത്. അതേപോലെ തന്നെ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഒരു സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യണം. ടേബിളിൽ ഒരു സ്ട്രക്ചർ ഫോം ഉണ്ടാക്കണം. എന്നിട്ടാണ് അതിലേക്ക് ഡാറ്റ നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ആ സ്ട്രക്ചർ അങ്ങനെയുള്ള ഈ ഒരു സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു DDL കമാൻഡ്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സ്കീമ റെഡിയാക്കാൻ വേണ്ടിയിട്ട്, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞിരിക്കുന്ന DDL കമാൻഡ്സ് യൂസ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് DML കമാൻഡ്സ്, ഡാറ്റ മാനിപ്പുലേഷൻ ലാംഗ്വേജ്. ഇപ്പോൾ DML കമാൻഡ്സ് that deals with the manipulation of data present in database. ഇപ്പോൾ DML കമാൻഡ്സ് എന്താണ് ചെയ്യുന്നത്? DML കമാൻഡ്സ് യൂസ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഡാറ്റനെ, അതായത് ഡാറ്റാബേസിലുള്ള ഡാറ്റനെ നമുക്ക് മാനേജ് ചെയ്യാം, മാനിപ്പുലേറ്റ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ് ഈ DML കമാൻഡ്സ് വെച്ചിട്ട് ചെയ്യുന്നത്. എക്സാമ്പിൾ സെലക്ട്, ഇൻസേർട്ട്, അപ്ഡേറ്റ്, ഡിലീറ്റ് എക്സെട്ര. അപ്പോൾ ഈ ഒരു കമാൻഡ്സ് വെച്ചിട്ട് നമ്മളെന്താ ചെയ്യുന്നത്? ഒരു ഡാറ്റാബേസിലുള്ള ഡാറ്റനെ നമുക്ക് ഏതെങ്കിലും ഒരു ഡാറ്റനെ സെലക്ട് ചെയ്യാം, പിന്നെ അതുപോലെ ഇൻസേർട്ട് ചെയ്യുക, അതേപോലെ അപ്ഡേറ്റ് ചെയ്യുക, ഡിലീറ്റ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ കമാൻഡ്സ് വെച്ചിട്ട് ചെയ്യുന്നത്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിൽ പോവാം. അപ്പോൾ അവിടെ ലൈബ്രറിയിൽ നമ്മളെന്താണ് ആദ്യം ഒരു ഷെൽഫ് ഉണ്ടാക്കി, ആ ഷെൽഫിലേക്ക് നമ്മൾ കുറേ ബുക്സ്, പല കാറ്റഗറി ഷെൽഫുകൾ ഉണ്ടാക്കി, അതിലേക്കൊക്കെ ആ ഓരോ കാറ്റഗറിയിലേക്കും പറ്റിയ ബുക്സ് ആ ഓരോ കാറ്റഗറി ഓരോ റാക്കിൽ കൊണ്ടിട്ട് വെച്ചു. ഇനി ഈ ഒരു കമാൻഡ്സ് വെച്ചിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? ആ ഉള്ളിൽ വെച്ച ഡാറ്റ എന്ന് പറയുന്നത് അവിടെ ബുക്സാണ്. ആ ബുക്സിനെ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം? ഇപ്പോൾ ഒരാൾ വന്നു, ഒരു ബുക്ക് അന്വേഷിച്ചു ഒരാൾ വന്നു. അപ്പോൾ അയാൾക്ക് വേണ്ട ബുക്ക് ഒരു എൻജിനീയറിങ് ബുക്കാണ് വേണ്ടത്.
അപ്പോൾ അയാൾ ആദ്യം എന്താ ചെയ്യുക, എൻജിനീയറിംഗ് എന്ന് പറയുന്ന എൻജിനീയറിംഗ് ബുക്സ് വെച്ച റാക്ക് ആണ് സെലക്ട് ചെയ്യുക അല്ലേ. എന്നിട്ട് ആ എൻജിനീയറിംഗ് ബുക്ക് വെച്ച ആ റാക്കിൽ എവിടെയാണോ അയാൾ ഉദ്ദേശിച്ച ബുക്കുള്ളത് ആ ഒരു റോയിലേക്ക് പോകും. എന്നിട്ട് അവിടെ നിന്ന് എന്ത് ചെയ്യും, ആ ബുക്കിനെ സെലക്ട് ചെയ്യും. ഇനി അതേപോലെ തന്നെ ഒരാൾ ബുക്ക് റിട്ടേൺ ചെയ്തു. ബുക്ക് റിട്ടേൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ബുക്ക് പഴയ സ്ഥലത്ത് കൊണ്ടുവെക്കണം അല്ലേ. അപ്പോൾ നമ്മളെന്ത് ചെയ്യുക, അല്ലെങ്കിൽ ഒരു പുതിയ ബുക്ക് പുതിയൊരു എൻജിനീയറിംഗ് ബുക്ക് വന്നു, അത് നമ്മൾ എൻജിനീയറിംഗ് റാക്കിലേക്ക് വെക്കണം. അപ്പോൾ അവിടെ ഇൻസേർട്ട് എന്നുള്ള കമാൻഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആ ബുക്ക് അവിടെ കൊണ്ടുപോയിട്ട് ഇൻസേർട്ടാണ് ചെയ്യുന്നത് അല്ലേ. ആ റാക്കിലേക്ക് നമ്മൾ ഇൻസേർട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കമാൻഡ്സ്, അതായത് സെലക്ട് ചെയ്യുക, ഇൻസേർട്ട് ചെയ്യുക, പിന്നെ അതുപോലെ അപ്ഡേറ്റ് ചെയ്യുക, ഡിലീറ്റ് ചെയ്യുക, ഇതൊക്കെ ഡാറ്റൻ്റെ മേലെ, നമ്മൾ ഡാറ്റാബേസിലുള്ള ഡാറ്റൻ്റെ മേലെയുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഡാറ്റ മാനിപ്പുലേഷൻ ലാംഗ്വേജ് യൂസ് ചെയ്യുന്നത്. ഇനി ഉള്ളത് ഡാറ്റ കൺട്രോൾ ലാംഗ്വേജാണ്. കമാൻഡ്സ് വിച്ച് മെയിൻലി ഡീൽസ് വിത്ത് റൈറ്റ്സ്, പെർമിഷൻ ആൻഡ് അതർ കൺട്രോൾസ് ഓഫ് ദി ഡാറ്റാബേസ് സിസ്റ്റം. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഡാറ്റ കൺട്രോൾ ലാംഗ്വേജ് ഇതിൽ ബ്രാക്കറ്റിൽ അതിൻ്റെ ഫുൾ ഫോം ഇട്ടത് തെറ്റിയിട്ടുണ്ട്. അത് DCL എന്നാണ് വരിക, DML എന്നായി പോയിട്ടുണ്ട്. ഇപ്പോൾ DCL അതുപോലെ TCL എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടിയും ഹയർ എൻഡിലുള്ളതാണ്. അതായത് റൈറ്റ്സ്, പെർമിഷൻ, അതായത് ഇന്ന ഡാറ്റാബേസ് ഇന്ന ആൾക്ക് ആക്സസ് ചെയ്യാം, അങ്ങനെയുള്ള പെർമിഷനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്ന ആ ലെവലിലേക്ക് വരുന്നതാണ്. ഇത് നമുക്ക് അത്ര ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് മെയിനായിട്ട് നമുക്ക് DDLഉം DMLആണ് നമ്മളെ ലാബിൽ ഇപ്പോൾ ചെയ്യുന്നതിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഈ DCLൻ്റെ ഒരു എക്സാമ്പിളാണ് ഗ്രാൻഡ്, റിവോക്ക് എന്നൊക്കെ പറയുന്നത്. അത് നമുക്ക് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ഇനി അതേപോലെ തന്നെയാണ് ഈ ട്രാൻസാക്ഷൻ കൺട്രോൾ ലാംഗ്വേജ്, TCLഉം അതേപോലെ തന്നെയാണ്. ഇൻക്ലൂഡ്സ് ദ കമാൻഡ്സ് വിച്ച് മെയിൻലി ഡീൽസ് വിത്ത് ദി ട്രാൻസാക്ഷൻ ഓഫ് ഡാറ്റാബേസ്. അതൊക്കെ വലിയ കാര്യങ്ങളാണ്, ഹയർ എൻഡിൽ വരുന്ന കാര്യങ്ങളാണ്. അതിനെ പറ്റിയൊന്നും ബോധർ ചെയ്യണ്ട. ഇപ്പോൾ SQL കമാൻഡ് കാറ്റഗറീസ് ഇത്രയുണ്ടെന്ന് മനസ്സിലാക്കിയാൽ മതി. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് പഠിക്കാൻ മെയിനായിട്ട് വരുന്നത് ഈ രണ്ടെണ്ണത്തിൽ നിന്നാണ്, DDLഉം DMLഉം. അപ്പോൾ ഇതിൻ്റെ ഈ TCLൻ്റെ എക്സാമ്പിൾസാണ് കമ്മിറ്റ്, പിന്നെ അതുപോലെ റോൾ ബാക്ക്, സേവ് പോയിന്റ്, എക്സെട്ര. ഇനി നമുക്ക് ഒരു ഡാറ്റാബേസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. To create a new database in MySQL, use the create database statement with the following syntax. Create database name. ഒരു ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യാനുള്ള കമാൻഡാണിത്. ക്രിയേറ്റ് ഡാറ്റാബേസ് നെയിം. അപ്പോൾ ഈ ക്രിയേറ്റ് എന്ന് പറഞ്ഞ കമാൻഡാണ്. ഡാറ്റാബേസ് എന്ന് പറഞ്ഞാൽ ഒരു കീവേഡാണ്. ഡാറ്റാബേസ് നെയിം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഒരു പേര് നമുക്ക് കൊടുക്കാം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഞാൻ കമ്പ്യൂട്ടർ എന്നുള്ള പേരിൽ ഒരു ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യാമെന്ന് വിചാരിക്കാം. അപ്പോൾ ഞാൻ എങ്ങനെയാണ് അതിൻ്റെ കമാൻഡ് കൊടുക്കേണ്ടത്? ക്രിയേറ്റ് ഡാറ്റാബേസ് കമ്പ്യൂട്ടർ. അത് കൊടുത്തിട്ട് പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു ലൈൻ എൻഡ് ചെയ്യുന്ന അവിടെ നമ്മൾ സെമികോളൻ കൊടുക്കണം. അപ്പോൾ നിങ്ങൾ സിയിൽ പഠിച്ചിട്ടില്ലേ, സിയിൽ ഒരു ലൈൻ എൻഡ് ചെയ്യുന്ന സമയത്ത് സെമികോളൻ, അതേപോലെ തന്നെ ഇതിലെന്താണ് സെമികോളൻ കൊടുക്കണം. സെമികോളൻ കൊടുത്തു കഴിഞ്ഞാലാണ് ലൈൻ എൻഡ് ആയതായിട്ട് കണക്കാക്കുക. അപ്പോൾ ഞാനൊരു ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ക്രിയേറ്റ് ഡാറ്റാബേസ്, ആ ഡാറ്റാബേസിൻ്റെ പേര് കൊടുക്കുക, സെമികോളൻ ഇടുക. ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഒരു ഡാറ്റാബേസ് ക്രിയേറ്റ് ആയി. വളരെ സിമ്പിളാണ്. ഇനി അതുപോലെ തന്നെ ടു ലിസ്റ്റ് ഓൾ ഡാറ്റാബേസ് ഓൺ എ MySQL സെർവർ ഹോസ്റ്റ് യൂസ് ദി ഷോ ഡാറ്റാബേസ് കമാൻഡ് ആസ് ഫോളോസ്. ഇനി നമ്മളെ ഡാറ്റാബേസിൽ ഏതൊക്കെ ഡാറ്റാബേസ് ഉണ്ട്, നമ്മളെ സെർവറിൽ ഏതൊക്കെ ഡാറ്റാബേസ് ഉണ്ട് എന്നറിയണമെന്നുണ്ടെങ്കിൽ ഷോ എന്ന് പറയുന്ന കമാൻഡ് യൂസ് ചെയ്ത് ഷോ ഡാറ്റാബേസസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഏതൊക്കെ ഡാറ്റാബേസ് ആണോ നമ്മളെ ഡാറ്റാബേസിലുള്ളത് അത് കംപ്ലീറ്റ് ലിസ്റ്റ് ചെയ്തിട്ട് കാണിക്കും. അപ്പോൾ നമ്മളൊരു ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യാൻ ക്രിയേറ്റ് കമാൻഡാണ് യൂസ് ചെയ്യുക. ക്രിയേറ്റ് ഡാറ്റാബേസ് നെയിം. അതുപോലെ ഡാറ്റാബേസ് ഓൾറെഡി ഉള്ള ഡാറ്റാബേസ്
നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ, ലിസ്റ്റ് ചെയ്ത് കാണണമെന്നുണ്ടെങ്കിൽ ഷോ ഡാറ്റാബേസസ് എന്ന് പറഞ്ഞ കമാൻഡാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഒരു ഡാറ്റാബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു സെർവറിൽ ഒന്നിലധികം ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ആ ഒരു ഡാറ്റാബേസിൻ്റെ എന്നിട്ട് നമ്മൾ ഒരു ഡാറ്റാബേസ് സെലക്ട് ചെയ്യണം. ആ ഡാറ്റാബേസിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഈ പറഞ്ഞ, പിന്നെ വേറെ എന്തെങ്കിലും ഡാറ്റ സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം ആ ഡാറ്റാബേസിൻ്റെ ഉള്ളിൽ നമ്മൾ എന്തുണ്ടാക്കണം? ടേബിൾ ക്രിയേറ്റ് ചെയ്യണം. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിൻ്റെ അതിലേക്ക് പോവുകയാണെങ്കിൽ, നമ്മളിപ്പോൾ ലൈബ്രറീൻ്റെ കാര്യം പറഞ്ഞു അല്ലേ. ലൈബ്രറിയിൽ നമ്മളിപ്പോൾ ലൈബ്രറിയിലുള്ള ബുക്സ് നമ്മൾ ഡാറ്റ ആയിട്ട് കൺസിഡർ ചെയ്തു. പിന്നെ അവിടെയുള്ള ഷെൽഫുകൾ നമ്മൾ ടേബിളായിട്ട് കൺസിഡർ ചെയ്തു. ഇനി നമ്മൾ ഡാറ്റാബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഷെൽഫുകളൊക്കെ നിൽക്കുന്ന ഒരു സ്ഥലം. അപ്പോൾ നമ്മൾ ആ റൂമിനെ നമ്മൾ ഡാറ്റാബേസ് ആയിട്ട് കരുതുക. അങ്ങനെയാണെങ്കിൽ ആ റൂം ഡാറ്റാബേസ് ആണെങ്കിൽ ആ ഡാറ്റാബേസിൻ്റെ ഉള്ളിൽ കുറേ ടേബിൾസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ആ ടേബിൾസിലൊക്കെ നമുക്ക് ടേബിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എക്സാമ്പിളിൽ പറഞ്ഞ രീതിയിലാണെങ്കിൽ ആ റൂമിനെ ഡാറ്റാബേസ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ആ ഉള്ളിലുള്ള ഷെൽഫുകളൊക്കെ എന്തായിട്ട് കൺസിഡർ ചെയ്യാം? ടേബിളായിട്ട് കൺസിഡർ ചെയ്യാം. ഇനി ആ ഷെൽഫുകളിലുള്ള നമ്മൾ വെക്കുന്ന അതിൽ പിന്നെ സൂക്ഷിക്കുന്ന ബുക്സിനെ നമുക്ക് ഡാറ്റ ആയിട്ടും കൺസിഡർ ചെയ്യാം. അപ്പോൾ ഒരു ലൈബ്രറിയിൽ പല റൂമുകളുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? അത്രയും ഡാറ്റാബേസ് അല്ലേ, ആ ലൈബ്രറിക്ക് അത്രയും ഡാറ്റാബേസ് ഉണ്ട്. ഓരോ റൂമിൻ്റെ ഉള്ളിലും എന്താണ്? ഷെൽഫുകൾ ഉണ്ടായിരിക്കും അല്ലേ. ഓരോ റൂമിൻ്റെ ഉള്ളിലും ഷെൽഫുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഒരു ഡാറ്റാബേസ് നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡാറ്റാബേസിലുള്ള ടേബിൾസ് ആണ് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഒരു ഡാറ്റാബേസ് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് മറ്റുള്ള ഡാറ്റാബേസിലെ ടേബിൾസ് ഒന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ആക്സസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കറൻ്റ്ലി അറ്റ് എ ടൈം നമുക്കൊരു ഡാറ്റാബേസേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു കമാൻഡ് ഉണ്ട്, യൂസ് ഡാറ്റാബേസ് എന്ന് പറയുന്ന കമാൻഡ് യൂസ് ചെയ്തിട്ടാണ് ഏത് ഡാറ്റാബേസാണ് നമ്മൾ സെലക്ട് ചെയ്തതെന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഞാൻ കമ്പ്യൂട്ടർ എന്നുള്ള പേരിൽ ഒരു ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഞാൻ യൂസ് കമ്പ്യൂട്ടർ എന്ന് കൊടുക്കണം. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാലേ ഞാൻ എന്ത് ചെയ്യുള്ളൂ? കറൻ്റ്ലി ആ ഒരു ഡാറ്റാബേസിൽ വർക്ക് ചെയ്യുന്നു എന്നുള്ളത് കരുതുള്ളൂ. ഇപ്പോൾ ഓരോ റൂം, ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓരോ റൂമിലേക്ക് കയറി കഴിഞ്ഞാലല്ലേ നമുക്ക് ആ റാക്ക് ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ ഓരോ ഡാറ്റാബേസിലും ഇപ്പോൾ നമ്മൾ ഒരു റൂമിൽ കയറി അതിന് ശേഷം വേറൊരു ബുക്ക് വേറെ റൂമിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ആ റൂമിൽ നിന്ന് പുറത്തിറങ്ങി മറ്റേ റൂമിലേക്ക് കയറണം. അതേപോലെ തന്നെയാണ് നമ്മളൊരു ഡാറ്റാബേസ് യൂസ് ചെയ്തു, പിന്നെ വേറൊരു വേറൊരു ഡാറ്റാബേസിലാണെങ്കിൽ ഈ ഡാറ്റാബേസിൽ നിന്ന് പുറത്ത് വന്നിട്ട് യൂസ് എന്ന് പറഞ്ഞിട്ട് മറ്റേ ഡാറ്റാബേസ് കൊടുത്തിട്ട് എന്ത് ചെയ്യണം? അതിലേക്ക് കയറണം. ഇനി ഞാൻ അത് കാണിച്ചു തരാം, എങ്ങനെയാണ് നമ്മൾ ആ ഒരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം എങ്ങനെയാണ് നമ്മൾ ആ സോഫ്റ്റ്വെയർ ആക്സസ് ചെയ്യാം, അല്ലെങ്കിൽ MySQL എങ്ങനെ ഓപ്പൺ ചെയ്യാം എന്നുള്ളത് നോക്കാം. ആദ്യം തന്നെ നമ്മൾ സ്റ്റാർട്ടിൽ പോയിട്ട് ഓൾ പ്രോഗ്രാംസ് എടുക്കുക. അതിൽ നിന്ന് MySQL ക്ലിക്ക് ചെയ്യുക. അതിൽ നമ്മൾ കമാൻഡ് ലൈൻ, MySQL കമാൻഡ് ലൈൻ അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പാസ്വേഡ് എൻ്റർ ചെയ്യാൻ വേണ്ടി പറയും. അപ്പോൾ നമ്മൾ നേരത്തെ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ കൊടുത്തിട്ടുള്ള ആ പാസ്വേഡ് എൻ്റർ ചെയ്യുക. പാസ്വേഡ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ MySQL എന്ന് പറയുന്ന പ്രോംപ്റ്റിൽ വന്ന് നിൽക്കും. ഓക്കെ, അതായത് സ്റ്റാർട്ടിൽ പോവുക, ഓൾ പ്രോഗ്രാംസിൽ പോവുക, MySQL ക്ലിക്ക് ചെയ്യുക. അതിൽ നിന്ന് MySQL സെർവർ ക്ലിക്ക് ചെയ്യുക. അതിൽ നിന്ന് കമാൻഡ് ലൈൻ ഉണ്ട്, MySQL കമാൻഡ് ലൈൻ അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓപ്പൺ ആയി വരും. അതിൽ പാസ്വേഡ് ചോദിക്കും, പാസ്വേഡ് എൻ്റർ ചെയ്യുക. പാസ്വേഡ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ MySQL എന്ന് പറയുന്ന ആ പ്രോംപ്റ്റിൽ വന്നിട്ട് നിൽക്കും. അപ്പോൾ അത് നോക്കണം, പ്രോംപ്റ്റ് MySQL എന്ന പ്രോംപ്റ്റിൽ വന്നു കഴിഞ്ഞാലേ നിങ്ങൾ ആ ഒരു നമ്മളെ ഈ സെർവറിലേക്ക്, അതായത് MySQL സെർവറിലേക്ക്
നമ്മൾ ലോഗിൻ ആയിട്ടുള്ളൂ. ഇനി നമ്മളിവിടെ വെച്ചിട്ട് കമാൻഡ് ടൈപ്പ് ചെയ്യാം. നമ്മൾ നേരത്തെ പറഞ്ഞ ഷോ ഡാറ്റാബേസ്. ഇപ്പോൾ ഓൾറെഡി അതിലുള്ള ഡാറ്റാബേസുകൾ ഏതൊക്കെയാണ് ഡാറ്റാബേസുകളാണ് ഉള്ളതെന്നുള്ളത് നോക്കുക. ഇപ്പോൾ ഷോ ഡാറ്റാബേസസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഓൾറെഡി ഉള്ള ഡാറ്റാബേസ് അവിടെ ലിസ്റ്റ് ചെയ്യും. അപ്പോൾ അവിടെ MySQL, പിന്നെന്താണ് ടെസ്റ്റ് എന്നൊക്കെ പറയുന്ന കുറച്ച് ഡാറ്റാബേസുകൾ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. ഇനി ഞാൻ ഒരു ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യും. ക്രിയേറ്റ് ഡാറ്റാബേസ്, ഒരു ഡാറ്റാബേസിൻ്റെ പേര് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ കമ്പ്യൂട്ടർ എന്ന് കൊടുത്തു. അപ്പോൾ ക്രിയേറ്റ് ഡാറ്റാബേസ് കമ്പ്യൂട്ടർ എന്ന് കൊടുത്തിട്ട് സെമിക്കോളൻ ഉണ്ട്. ഇപ്പോൾ നോക്കുക, ക്വറി ഓക്കെ അല്ലേ. ഇപ്പോൾ നമ്മളൊരു ക്വറിയാണ് ഇപ്പോൾ എഴുതിയത്. ആ ക്വറി എന്താണ്, എക്സിക്യൂട്ട് ചെയ്തു, ഓക്കെ ആണ്. അപ്പോൾ 1 റോ എഫക്റ്റഡ്, അതായത് അങ്ങനെ ഒരു മെസ്സേജ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ എന്ത്, നമ്മൾ ചെയ്ത ആ ഒരു ക്വറി എക്സിക്യൂട്ട് ചെയ്തു, അത് സക്സസ് ആണെന്ന് മനസ്സിലാക്കാം. ഇനി ഷോ ഡാറ്റാബേസസ്. ഇനി നമുക്ക് നേരത്തെ ഞാൻ കൊടുത്ത പോലെ തന്നെ വീണ്ടും ആ കമാൻഡ് ഷോ ഡാറ്റാബേസ് കമാൻഡ് അടിച്ചു നോക്കാം. അപ്പോൾ അതിൽ നിങ്ങൾക്ക് കാണാം, ഞാനിപ്പോൾ ക്രിയേറ്റ് ചെയ്ത കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ഡാറ്റാബേസ് അതിൽ ലിസ്റ്റ് ചെയ്ത് കാണാം അല്ലേ. നേരത്തെ അത് വന്നിട്ടില്ലല്ലോ, ഇവിടെ ഇല്ല. അപ്പോൾ ഇതിൽ കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ഡാറ്റാബേസ് അവിടെ ക്രിയേറ്റ് ആയി കഴിഞ്ഞു. ഇനി അപ്പോൾ നമ്മൾ ആ ഡാറ്റാബേസിൽ കമ്പ്യൂട്ടർ എന്നുള്ള പേരിലും വേറൊരു ഡാറ്റാബേസ് ക്രിയേറ്റ് ആയി. ഇനി ഞാൻ വീണ്ടും ക്രിയേറ്റ് ഡാറ്റാബേസ് അതേ പേരിൽ തന്നെ വീണ്ടും കൊടുത്തു. ക്രിയേറ്റ് ഡാറ്റാബേസ് കമ്പ്യൂട്ടർ എന്ന് തന്നെ കൊടുത്തു. കമ്പ്യൂട്ടർ ഓൾറെഡി നമ്മൾ ഉണ്ടാക്കിയതാണ്. അപ്പോൾ എന്താണ്, എറർ കാണിച്ചു. എന്താണ്, ഡാറ്റാബേസ് കമ്പ്യൂട്ടർ ഓൾറെഡി എക്സിസ്റ്റ് അല്ലേ. ഡാറ്റാബേസ് എക്സിസ്റ്റ് എന്ന് പറഞ്ഞിട്ടാണ് കാണിക്കുന്നത്. അതായത് എന്താ എൻ്റെ മീനിങ് എന്താ, നമ്മളൊരു ഡാറ്റാബേസ് കമ്പ്യൂട്ടർ എന്നുള്ള പേരിൽ ഒരു ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്തിരുന്നു. അപ്പോൾ ഓൾറെഡി ആ പേരിൽ ഒരു ഡാറ്റാബേസ് അതിലുള്ളത് കൊണ്ട് നമുക്ക് ആ പേരിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, വീണ്ടും ഒരു ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പേരുകളൊക്കെ എന്തായിരിക്കും, യുണീക്കായിരിക്കും. അപ്പോൾ ഒരു പേര് നമ്മൾ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അതേ പേര് വീണ്ടും നമ്മൾ കൊടുക്കാൻ പാടില്ല. അപ്പോൾ ഇനിയിപ്പോൾ ടേബിൾ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിലും അതുപോലെ തന്നെ അതേ സെയിം പേര് തന്നെ നമ്മൾ കൊടുക്കാൻ പാടില്ല. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഒരു ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എക്സിറ്റ് എന്ന് പറയുന്ന കമാൻഡാണ് ടൈപ്പ് ചെയ്യേണ്ടത്. എക്സിറ്റ് കമാൻഡ് ടൈപ്പ് ചെയ്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, ഇത് എക്സിറ്റ് ആവും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിലുള്ളത്. ഡെസ്ക്ടോപ്പ് ബാക്ക്ഗ്രൗണ്ട് നോക്കണ്ട, അത് മോൻ്റെ ഓരോ പരിപാടികളാണ്. ഇനി നമ്മൾ ഇന്ന് പഠിച്ചതിൻ്റെ ഒരു സമ്മറി നോക്കാം. അതായത് നമ്മൾ ആദ്യം MySQL ഇൻസ്റ്റാൾ ചെയ്യുന്നത് എങ്ങനെയാണ്, വിൻഡോസിൽ എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്, ഡൗൺലോഡ് ചെയ്യുന്നത്, ഇൻസ്റ്റാൾ ചെയ്യുന്നത്, അതുപോലെ തന്നെ ലിനക്സിൽ എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ നോക്കി. പിന്നെ നമ്മൾ പറഞ്ഞത് സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജ് എന്താണ്, സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജ് എന്താണെന്ന് പറഞ്ഞു. പിന്നെ MySQL എന്താണെന്ന് പറഞ്ഞു, MySQLൻ്റെ ഫീച്ചേഴ്സ് പറഞ്ഞു അല്ലേ. എന്താ MySQLൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? MySQL എന്ന് പറഞ്ഞാൽ ഒരു റിലേഷണൽ ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റമാണ്. പിന്നെയോ ഇറ്റ് ഈസ് ആൻ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ. ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ യൂസ് ചെയ്യാനൊക്കെ പറ്റുന്ന സോഫ്റ്റ്വെയറാണ്. പിന്നെ അതുപോലെ തന്നെ പ്രൊവൈഡ്സ് മൾട്ടി യൂസർ ആക്സസ്. എന്താണ്, ഒന്നിലധികം യൂസേഴ്സിന് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു സോഫ്റ്റ്വെയറാണ്, അല്ലെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന സോഫ്റ്റ്വെയറാണ്. പിന്നെ അതുപോലെ വർക്ക്സ് ഓൺ മെനി പ്ലാറ്റ്ഫോംസ് അല്ലേ. അതായത് എന്താ, പല പ്ലാറ്റ്ഫോംസിൽ, അതായത് വിൻഡോസ്, ലിനക്സ്, iOS, മാക്ക്, ഇതിലെല്ലാം നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ സെക്യൂർ ഡാറ്റ പ്രൊട്ടക്ഷൻ അല്ലേ. ഡാറ്റ സെക്യൂരിറ്റി ഉള്ള ഒരു സോഫ്റ്റ്വെയറാണെന്ത്
ഈ MySQL എന്ന് പറയുന്നത്. പിന്നെ പറഞ്ഞത് MySQL കമാൻഡ്സ് ആണ്. കമാൻഡ്സ് മെയിൻലി 4 ടൈപ്സ് കമാൻഡ്സ് ആണുള്ളത്. ഒന്ന് DDL, DML, DCL, TCL. ഇപ്പോൾ DDL എന്ന് പറഞ്ഞാൽ എന്താ? ഡാറ്റ ഡെഫിനിഷൻ ലാംഗ്വേജാണ്. ഡാറ്റ ഡെഫിനിഷൻ ലാംഗ്വേജ് എന്തായിരുന്നു? അതായത് ആ സ്കീമ അല്ലെങ്കിൽ ആ സ്ട്രക്ചറിനെ അതിനു വേണ്ടി യൂസ് ചെയ്യുന്ന, അതിനെ ക്രിയേറ്റ് ചെയ്യാനും ഡ്രോപ്പ് ചെയ്യാനും അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് DDL കമാൻഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾസ് എന്തൊക്കെയായിരുന്നു? കമാൻഡ്സിൻ്റെ ക്രിയേറ്റ്, ആൾട്ടർ, ഡ്രോപ്പ്, ട്രങ്കേറ്റ് എന്നൊക്കെ പറയുന്നത്. പിന്നെ അതുപോലെ ഡാറ്റ മാനിപ്പുലേഷൻ ലാംഗ്വേജ് DML കമാൻഡ്സോ. DML കമാൻഡ്സ് നമ്മൾ ഡാറ്റ മാനിപ്പുലേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഡാറ്റനെ ക്രിയേറ്റ് ചെയ്യാനും ഡാറ്റനെ ഇൻസേർട്ട് ചെയ്യുക, ഡിലീറ്റ് ചെയ്യുക, അപ്ഡേറ്റ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ DML കമാൻഡ്സിനുണ്ട് ചെയ്യുന്നത്. പിന്നെ DCL ഉണ്ട്, TCL ഉണ്ട്. അതത്ര ഇമ്പോർട്ടൻ്റ് അല്ല. അപ്പോൾ ഇത്രയും ആണ് നമ്മൾ SQL കമാൻഡ്സിൽ പഠിച്ചുള്ള കാര്യങ്ങൾ. ഓക്കെ, ഇനി നമുക്ക് ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ ചെയ്യാം. ഓക്കെ, താങ്ക് യു.